ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ എൻവിറോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന ബുക്കിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മൊഡ്യൂളിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു എൻവിറോൺമെൻറ്റ്. അപ്പോൾ എന്താണ് എൻവിറോൺമെൻറ്റ്? എൻവിറോൺമെൻറ്റ് മീൻസ് വാട്ട് സറൗണ്ട് അസ്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ളത് എന്താണോ അതിനെ തന്നെയാണ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചുറ്റുപാടും എന്ന് പറയുമ്പോൾ അതിൽ നോൺ ലിവിങ് തിങ്സും അതുപോലെ തന്നെ ലിവിങ് തിങ്സും ഉൾപ്പെടാം. ഈ നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ റോക്ക്, എയർ, വാട്ടർ, ലാൻഡ് ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. ഈ നോൺ ലിവിങ് തിങ്സിനെ പറയുന്ന ഒരു പേരാണ് അബയോട്ടിക് എലമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിവിങ് തിങ്സും ഈ ഒരു എൻവിറോൺമെന്റിൽ പെടാം. ഈ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ആനിമൽസ്, ഫോറസ്റ്റ്, ലൈക്ക് ഫിഷറീസ്, ബേർഡ്സ്, ജീവനുള്ളതിനെയാണ് ലിവിങ് തിങ്സ് എന്നും ജീവനില്ലാത്തതിനെ നോൺ ലിവിങ് തിങ്സ് എന്നും പറയുന്നു. അപ്പോൾ ഈ ലിവിങ് തിങ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ബയോട്ടിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എൻവിറോൺമെന്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് നാച്ചുറൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നൊരു കാര്യം, നമ്മുടെ ഈ ഒരു എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നതായിരുന്നു ചുറ്റുപാടുമുള്ള എല്ലാതും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ലിവിങ് തിങ്സും അതുപോലെ തന്നെ എല്ലാ നോൺ ലിവിങ് തിങ്സും നമ്മുടെ ഒരു ഹ്യൂമൻ ലൈഫിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്നു എന്നുള്ളതാണ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻവിറോൺമെൻറ്റ്. അടുത്തതായിട്ട് എൻവിറോൺമെൻറ്റ് ഫങ്ഷൻസ്, അതായത് പ്രകൃതി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് ദ സപ്ലൈ ഓഫ് റിസോഴ്സസ്. അതായത് പ്രകൃതി തന്നെ ഓരോ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിസോഴ്സസ് തരുന്നു. അതായത് റോ മെറ്റീരിയൽസ് പ്രകൃതി തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിസോഴ്സസിൽ റിന്യൂവബിൾ റിസോഴ്സസും പെടും, അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സസും പെടുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ വുഡ്, മരക്കഷ്ണം. ഈ മരക്കഷ്ണം നമുക്ക് ഭൂമി, അതായത് പ്രകൃതിയാണ് തരുന്നത്. എന്തിന്? ഫർണിച്ചർ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ സോയില്, ലാൻഡ്, ഇതൊക്കെ നമുക്ക് പ്രകൃതി തരുന്ന ഒരു റിസോഴ്സസ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, സസ്റ്റെയിൻസ് ലൈഫ്. അതായത് ഓരോ ഹ്യൂമൻ ലിവിങ് തിങ്സിൻ്റെയും, ലിവിങ് തിങ്സ് പറയുമ്പോൾ ഏതൊക്കെ ജീവികൾക്ക് ജീവനുണ്ട്, ജീവനുള്ള എല്ലാ ലിവിങ് തിങ്സിനും ഈ ഒരു പ്രകൃതിയാണ് അവരുടെ ലൈഫ് നിലനിർത്തുന്നത്. കാരണം പ്രകൃതിയാണ് അവർക്ക് സൂര്യൻ കൊടുക്കുന്നത്, വെള്ളം, വായു, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും എല്ലാ സംഭവങ്ങളും ഈ ഒരു എൻവിറോൺമെൻ്റ് ആണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, അസിമിലേറ്റ് വേസ്റ്റ്. അതായത് നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യണത് വഴി, കൺസപ്ഷൻ ചെയ്യണ വഴി വേസ്റ്റ് ജനറേറ്റ് ചെയ്യും, വേസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തെയും ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ ഗാർബേജിലാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ ഗാർബേജിലുള്ള വേസ്റ്റുകളൊക്കെ റിഡ് ചെയ്യുക, അതായത് നശിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രകൃതിയാണ്. ആ ഒരു മണ്ണിലോട്ട് അതിൻ്റെ വേസ്റ്റിനെ എടുത്തുകൊണ്ട് നമ്മുടെ എൻവിറോൺമെൻ്റ് ആണ് ആ ഒരു വേസ്റ്റിനെ അവിടെ നശിപ്പിക്കുന്നത്. നാലാമത്തത്, എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് എൻവിറോൺമെൻറ്റ് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ലൈഫിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നു. അതായത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഒരു എൻവിറോൺമെൻറ്റിൽ റിവേഴ്സ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള ഓരോ കാഴ്ച വസ്തുക്കളും നമ്മുടെ ഈ എൻവിറോൺമെൻറ്റ് അവിടെ ഉൽപ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യർക്കും അവരുടെ ലൈഫിൽ റിലാക്സേഷൻ ഉണ്ടായിട്ട് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ ഇമ്പ്രൂവ് ആവുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻവിറോൺമെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് റിസോഴ്സസ്. അതായത് നമുക്ക് എൻവിറോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് രണ്ട് രീതിയിലോട്ടുണ്ട്. ഒന്ന്, റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും തീരൂല. നമുക്ക് എൻവിറോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു റിസോഴ്സസ് നമ്മൾ എത്ര ഉപയോഗിച്ചാലും അതൊരിക്കലും തീരില്ല. നമ്മൾ ഉപയോഗിച്ചാലും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനെയാണ് പറയുന്നത് റിന്യൂവബിൾ റിസോഴ്സസ്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് വാട്ടർ, ലാൻഡ്, ഇതൊക്കെ നമ്മൾ എത്ര ഉപയോഗിച്ചാലും തീരൂല. രണ്ടാമത്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഇവിടെ നമ്മൾ ആ ഒരു വസ്തു ഉപയോഗിച്ചു, പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റൂല. ഒരട്ടം യൂസ് ചെയ്താൽ അത് പിന്നെ തീർന്നു. അതിൻ്റെ എക്സാമ്പിൾസ് കോള്, ഈ പെട്രോളിയം, അതൊക്കെ നമുക്ക് ഒരട്ടം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കോൾ പറഞ്ഞാൽ ഈ കരി ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പെട്രോളിയം നമ്മൾ എത്രത്തോളം അളവ് എടുക്കുന്നോ ആ അളവുകൾ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ
കോമ്പോണൻസ് ഓഫ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് 4 കോമ്പോണൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എയറിനെ പറ്റിയിട്ടുള്ളതാണ്. അതായത് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ഓഫ് ഗ്യാസ്, നമ്മൾ എർത്തിന് ചുറ്റും സറൗണ്ട് ചെയ്യുന്ന ഒരു ലെയർ ഓഫ് ഗ്യാസ് ആണ് എന്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൽ കൺസിസ്റ്റ് ആയിട്ടുള്ള ഗ്യാസുകൾ എന്തൊക്കെ വെച്ചാൽ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, അങ്ങനെ മറ്റ് പല ഗ്യാസുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒരു എൻവിറോൺമെൻറ്റിൽ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനറ്റിനെ സോളാർ റേഡിയേഷനിൽ നിന്ന് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചേഴ്സ് റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ എർത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കോമ്പോണൻ്റ് ആണ് ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ അത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഹൈഡ്രോസ്ഫിയറിൽ ഇൻക്ലൂഡ് ആവുന്നത് എല്ലാ കൈൻഡ് ഓഫ് വാട്ടറും. ഈ നമ്മുടെ ഇവിടെ ഈ ഒരു എൻവിറോൺമെൻറ്റിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് വാട്ടർ ഉണ്ടോ അതൊക്കെ ഹൈഡ്രോസ്ഫിയർ ആണ്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഓഷ്യൻ, ലൈക്ക്, റിവർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ, അങ്ങനത്തെ എല്ലാ വെള്ളവുമായി ബന്ധപ്പെട്ട എല്ലാതും ഈ ഒരു ഹൈഡ്രോസ്ഫിയർ ഇൻക്ലൂഡ് ആവും. അപ്പോൾ ഈ ഒരു ഹൈഡ്രോസ്ഫിയറിൻ്റെ ആവശ്യകത എസെൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ബയോട്ടിക് ആയിട്ടുള്ള എലമെൻസിൻ്റെയും ഒരു സപ്പോർട്ടിങ് ലൈഫാണ് ഈ വാട്ടർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിനെ അതുപോലെ നിലനിർത്താൻ സഹായിക്കുന്നു ഈ ഒരു വാട്ടർ, റെഗുലേറ്റിംഗ് ക്ലൈമറ്റ്സ് ആൻഡ് നമ്മുടെ ഈ ഒരു അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസിനൊക്കെ സർവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഹൈഡ്രോസ്ഫിയറിൽ വരുന്നത്. മൂന്നാമത്തെ കോമ്പോണൻ്റ് ആണ് ലിതോസ്ഫിയർ. ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ ലാൻഡിൻ്റെ ബേസിലൊക്കെയാണ് ലിതോസ്ഫിയർ എന്ന് പറയുക. അതായത് ഒരു എർത്തിൻ്റെ സോളിഡ് ഔട്ടർ ലെയറിനെയാണ് എന്തെന്ന് പറയുന്നത് ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഈ ക്രസ്റ്റ്, അപ്പർ പാർട്ട്, ലോവർ പാർട്ട്, അങ്ങനെ ഒരു ഭൂമി നമ്മൾ 4 പാർട്ടാക്കിക്കൊണ്ടല്ലേ അല്ലേ, അതിൻ്റെ ഔട്ടർ ലെയറാണ് എന്തെന്ന് പറയുന്നത് ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കോണ്ടിനെൻസ്, ലാൻഡ് ഫോംസ്, റോക്സ്, മെറ്റീരിയൽസ്, സോയിൽസ്, ഇതൊക്കെയാണ് ലിതോസ്ഫിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ലിതോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ത് നമ്മുടെ ഈ കരയിൽ ജീവിക്കണ ഓർഗനൈസംസ് ഉണ്ടല്ലോ അല്ലേ, അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസുകളും അതുപോലെ തന്നെ ലാൻഡൊക്കെ ഈ ഒരു ലിതോസ്ഫിയറിനെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് 4ാമത്തെ കോമ്പോണൻ്റ് ആണ് ബയോസ്ഫിയർ. ഈ ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ എൻവിറോൺമെൻറ്റിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസും അവരുടെ ഇൻട്രാക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത് ബയോസ്ഫിയർ. അതായത് എല്ലാ ലിവിങ് ഓർഗാനിസംസിന് അവരുടെ മറ്റുള്ള കോമ്പോണൻസുമായിട്ടുള്ള, അതായത് മറ്റുള്ള കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിതോസ്ഫിയർ, അങ്ങനത്തെ മറ്റുള്ള എല്ലാ കോമ്പോണൻസുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് എന്തെന്ന് പറയുന്നത് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ആൻഡ് എക്കോസിസ്റ്റംസ്, ഇതൊക്കെയാണ് എന്ത് ബയോസ്ഫിയറിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ബയോസ്ഫിയർ ഉത്തരവാദിത്തമാണ്, അതായത് റെസ്പോൺസിബിൾ ഉണ്ട് എന്തിൽ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ സൈക്കിൾ ഓഫ് ന്യൂട്രിയൻസിൻ്റെ കേസിലും അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഓരോ ലൈഫും സപ്പോർട്ട് ചെയ്യണം, അതായത് എക്കോളജിക്കൽ പ്രോസസ്സ് ഓരോ ലൈഫും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിലൊക്കെ ഈ ഒരു ബയോസ്ഫിയർ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഇതാണ് 4 കോമ്പോണൻസ്, എൻവിറോൺമെൻറ്റിൻ്റെ 4 കോമ്പോണൻസ്.